ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം ഷഷ്ഠസ്കന്ധം ത്രയോദശോ അധ്യായഃ. 13-ാമത്തെ അധ്യായത്തിൽ വൃത്രാസുരവധത്താൽ ബാധിച്ച ബ്രഹ്മഹത്യയെ ഭയന്ന് ഇന്ദ്രൻ ദീർഘകാലം ഒളിവിലിരുന്നതും അവസാനം ഭഗവാൻ മഹാവിഷ്ണുവിനാൽ തന്നെ സംരക്ഷിതനായതും ആണ് പറയുന്നത്. വിശ്വരൂപനെ വധിച്ചതിലുള്ള ബ്രഹ്മഹത്യാ പാപമായിരുന്നു 4 പേർ വീതിച്ചെടുത്തത്. അതിനുശേഷം വൃത്രാസുരനും ത്വഷ്ടാവെന്ന ബ്രാഹ്മണന് ജനിച്ചയാളാണ്. യാഗാഗ്നിയിൽ നിന്നാണെങ്കിൽ പോലും ആ ബ്രാഹ്മണന്റെ സങ്കല്പമാണ് ബ്രഹ്മതുല്യനായിട്ടുള്ള ഒരു ബ്രഹ്മിഷ്ഠനായിട്ടുള്ള ഒരാളുടെ സങ്കല്പമാണ് വൃത്രാസുരൻ. മാത്രമല്ല, വൃത്രാസുരൻ ഭഗവാൻ ഗീതയിൽ പറഞ്ഞ പ്രകാരം നോക്കുകയാണെങ്കിൽ ആസുരിക വൃത്തികളെക്കാളും കൂടുതൽ ഉള്ളത് അദ്ദേഹത്തിൽ സാത്വികമായ ഗുണമാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ രീതിയിലും അദ്ദേഹം ബ്രാഹ്മണനാണ്. അപ്പോൾ വൃത്രാസുരനെ കൊന്നപ്പോൾ ബ്രഹ്മഹത്യാ പാപം തനിക്കുണ്ടാകും എന്ന ആശങ്കയിലാണ് ഇന്ദ്രൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വൃത്രാസുരനെ കൊന്നതിൻ്റെ ഒരു സന്തോഷം ഇന്ദ്രൻ ഉണ്ടായില്ല എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ശ്രീ ശുക ഉവാച. 1-ാമത്തെ ശ്ലോകം. വൃത്രേ ഹതേ ത്രയോ ലോകാഃ വിനാ ശക്രേണ ഭൂരിത സപാലാഹി അഭവൻ സദ്യോ വിജ്വരാ നിർവൃത ഇന്ദ്രിയാഃ. ഹേ ഭൂരിത, അല്ലയോ രാജാവേ, വൃത്രേ ഹതേ, വൃത്രൻ വധിക്കപ്പെട്ടപ്പോൾ ശക്രേണ വിന, ദേവേന്ദ്രൻ ഒഴികെയുള്ള ത്രയഃ ലോകാഃ, ത്രിലോകവാസികൾ, സപാലാഹ, പാലകന്മാരോടുകൂടെ, സദ്യഃ ഹി, ഉടനടി, വിജ്വരാഹ, ശല്യം തീർന്നവരും. കാരണം വൃത്രാസുരൻ കൂടുതൽ ആസുരിക പ്രവൃത്തികളൊന്നും സത്യത്തിൽ ചെയ്തിരുന്നില്ല. അതിനു മുൻപേ തന്നെ വൃത്രാസുരനെ വധിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ വൃത്രാസുരന്റെ ശല്യം ഒഴിവായി എന്നതിനാൽ നിർവൃത ഇന്ദ്രിയാഹ, സകല ഇന്ദ്രിയങ്ങൾക്കും സുഖം ലഭിച്ചവരും ആയിട്ട് ഈ ദേവന്മാരൊക്കെ അല്ലെങ്കിൽ ത്രിലോകവാസികളും അഭവൻ, അങ്ങനെ ഭവിച്ചു. എന്നാൽ ദേവേന്ദ്രന് മാത്രം മനസ്സുഖം ഉണ്ടായില്ല. 2-ാമത്തെ ശ്ലോകം. ദേവർഷി പിതൃഭൂതാനി ദൈത്യാഹ ദേവാനുഗാഹ സ്വയം പ്രതിജഗ്മുഹു സ്വധിഷ്ണ്യാനി ബ്രഹ്മേശ ഇന്ദ്രാദയഃ തതഃ. തതഃ, അനന്തരം. എല്ലാവരും സന്തോഷിച്ചു. അനന്തരം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടിരുന്നു ദേവേന്ദ്രനെ പുഷ്പവൃഷ്ടി നടത്തിയതും ഒക്കെ. ഇതെല്ലാം ചെയ്തതിന് ശേഷം ദേവ ഋഷി പിതൃഭൂതാനി, ദേവന്മാർ, ഋഷിമാർ, പിതൃക്കൾ, ഭൂതഗണങ്ങൾ എന്നിവരും ദൈത്യാഹ, അതുപോലെ അസുരന്മാരും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ദേവാനുഗാഹ, ദേവന്മാരുടെ അനുചരന്മാരും, ബ്രഹ്മ ഈശ ഇന്ദ്രാദയഃ, ബ്രഹ്മാവ്, ഈശൻ, ശിവൻ, ഇന്ദ്രൻ മുതലായവരും, സ്വധിഷ്ണ്യാനി, അവരവരുടെ സ്ഥാനങ്ങളിലേക്ക്, സ്വയം പ്രതിജഗ്മുഹു, സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാവരും അവരവരുടേതായ സ്ഥാനങ്ങളിലേക്ക് തിരിച്ചുപോയി. ദേവേന്ദ്രന് മാത്രം സുഖമുണ്ടായില്ല എന്ന് ശുകബ്രഹ്മർഷി പറഞ്ഞതിനെ കുറിച്ച് പരീക്ഷിത്ത് മഹാരാജാവ് ചോദിക്കുകയാണ്. രാജ ഉവാച. 3-ാമത്തെ ശ്ലോകം. ഇന്ദ്രസ്യ അനിർവൃതേഃ ഹേതും ശ്രോതുമിച്ഛാമി ഭോ മുനേ യേന ആസൻ സുഖിനോ ദേവാഃ ഹരേഃ ദുഃഖം കുതഃ അഭവത്. ഭോ മുനേ, അല്ലയോ ഋഷിവര്യ, ഇന്ദ്രസ്യ, ഇന്ദ്രന് ഉണ്ടായ അനിർവൃതേഹേ, ആ വല്ലായ്മയുടെ ഹേതു,
കാരണത്തെ ശ്രോതും ഇച്ഛാമി, കേട്ടറിയുവാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ ദേവേന്ദ്രൻ കാരണമാണ് എല്ലാവരും സന്തോഷിക്കുന്നത്. അതാണ് ഏന യാതൊരാളാൽ ദേവാഹ സുഖിനഃ ആസൻ, ദേവന്മാർ സുഖികളായി ഭവിച്ചുവോ ആ കാരണക്കാരൻ മാത്രം എന്തുകൊണ്ട് ദുഃഖം അനുഭവിക്കുന്നു. അതാണ് ഹരേഹേ കുതഃ ദുഃഖം അഭവത്. പക്ഷേ ഇതെല്ലാം സാധിച്ചു കൊടുത്ത ദേവേന്ദ്രന് എന്തുകൊണ്ടാണ് സങ്കടം സംഭവിച്ചത്? ദേവേന്ദ്രനല്ലേ ശരിക്കും സന്തോഷിക്കേണ്ടത്. പക്ഷെ അദ്ദേഹം ദുഃഖിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിന് സുഖമുണ്ടായില്ല എന്ന് അങ്ങ് പറയാൻ കാരണം എന്താണ്? അപ്പോൾ ശുഗബ്രഹ്മർഷി ഈ വൃത്രാസുര വധത്തിനൊക്കെ മുൻപ് നടന്ന ആ സംഭവത്തെ കുറിച്ച് പറയുകയാണ്. യഥാർത്ഥത്തിൽ വിശ്വരൂപനെ വധിച്ചതിന് ശേഷമുണ്ടായ ആ ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്ന് ഒരുവിധം കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് ഇന്ദ്രൻ. അപ്പോൾ വീണ്ടും ഇനി ഈ വൃത്രാസുരനെ വധിച്ചാൽ അതും ഒരു ബ്രഹ്മഹത്യാ പാപത്തിന് ഇടയാക്കുമോ എന്ന് ഇന്ദ്രൻ യഥാർത്ഥത്തിൽ ഭയപ്പെട്ടിരുന്നു അത്രേ. അതാണ് 4-ാമത്തെ ശ്ലോകം. വൃത്രവിക്രമ സംവിഘ്നാഃ സർവേ ലോകാഃ സഹ ഋഷിഭിഃ തദ്വധായ അർത്ഥയൻ ഇന്ദ്രം ന ഐച്ഛത് ഭീതോ ബൃഹത് വധാത്. വൃത്രവിക്രമ സംവിഘ്നാഃ, വൃത്രാസുരന്റെ പരാക്രമത്താൽ ഉദ്വേഗം പൂണ്ട, അതായത് ആ സമയത്ത് കുറച്ചൊക്കെ തന്റെ പരാക്രമം കാണിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഇവനെ വളരാൻ വിട്ടാൽ ഇത് കൂടുതൽ പ്രശ്നത്തിലാകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് സർവേ ദേവാഹ, എല്ലാ ദേവന്മാരും ഋഷിഭിഹി സഹ, ഋഷികളോടുകൂടി വന്ന് തദ്വധായ, അവന്റെ വധത്തിനു വേണ്ടി ഇന്ദ്രം അർത്ഥയൻ, ഇന്ദ്രനോട് അഭ്യർത്ഥിച്ചിരുന്നത്. എന്നാൽ ഇന്ദ്രന് അറിയാമായിരുന്നു, ഒന്ന് യാഗാഗ്നിയിൽ നിന്ന് ജനിച്ചയാളാണ്, പിന്നെ ത്വഷ്ടാവിന്റെ മകനാണ്. അങ്ങനെ വരുമ്പോൾ വൃത്രാസുരൻ എന്നാണ് പേരെങ്കിലും ആസുരിക ഭാവം, ആ വാസന വൃത്തി ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ബ്രാഹ്മണ ജന്മമായിട്ടാണ് വൃത്രാസുരനെ കണക്കാക്കുന്നത് എന്നറിയാവുന്ന ഇന്ദ്രൻ ഇനിയും താൻ ബ്രഹ്മഹത്യാപാപം ചെയ്താൽ അതിൽ നിന്നെങ്ങനെ രക്ഷപ്പെടും എന്ന് പേടിച്ചിട്ട് ആദ്യം ഇതിന് സമ്മതമായിരുന്നില്ല. വൃത്രാസുരനെ വധിക്കാൻ ഇന്ദ്രന് യഥാർത്ഥത്തിൽ സമ്മതമായിരുന്നില്ല. അന്ന് ഇന്ദ്രൻ ഇപ്രകാരം ചോദിച്ചിരുന്നു. ഇന്ദ്ര ഉവാച, 5-ാമത്തെ ശ്ലോകം. സ്ത്രീ ഭൂ ജല ദ്രുമൈഃ യേനഃ വിശ്വരൂപവധോദ്ഭവം വിഭക്തം അനുഗൃഹ്ണദ്ഭിഃ വൃത്രഹത്യാം ക്വമാർജ്മി അഹം. വിശ്വരൂപവധോദ്ഭവം, വിശ്വരൂപ ആചാര്യനെ കൊന്നതിൽ നിന്നുണ്ടായ ഏനഹ, മഹാപാപം, അനുഗൃഹ്ണദ്ഭിഃ, എന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതി, എന്നോടുള്ള ആ സഹാനുഭൂതി കൊണ്ട്, സ്ത്രീ ഭൂ ജല ദ്രുമൈഃ, സ്ത്രീകൾ, ഭൂമി, ജലം, വൃക്ഷങ്ങൾ എന്നിവരാൽ വിഭക്തം, വിഭജിച്ചെടുക്കുകയുണ്ടായി എന്ന് വിചാരിച്ച് എപ്പോഴും ഇങ്ങനെ പാപം ചെയ്താൽ എന്നെ ആരെങ്കിലും സംരക്ഷിക്കാനുണ്ടാകുമോ? അതുകൊണ്ട് ഇനി വൃത്രഹത്യാം, വൃത്രനെ കൊന്ന പാപത്തെ, അഹം ക്വമാർജ്മി, ഞാൻ എവിടെ കൊണ്ടുചെന്ന് തീർക്കും? ആ പാപമുണ്ടായാൽ എന്നെ ആര് രക്ഷിക്കും? അതിനും കൂടെ നിങ്ങൾ ഉത്തരം പറയൂ. അപ്പോൾ സർവജ്ഞരായിട്ടുള്ള ഋഷിമാർക്ക് എല്ലാറ്റിൻ്റെയും പ്രായശ്ചിത്ത കർമ്മവും എല്ലാം അറിയാം. അതുകൊണ്ട് അവർ സമാധാനിപ്പിച്ചു, നീ വൃത്രനെ വധിച്ചാൽ ഉണ്ടാകുന്ന ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്ന് നിന്നെ ഞങ്ങൾ അശ്വമേധ യജനം ചെയ്ത് രക്ഷിക്കുന്നതാണ്. അതാണ് 6-ാമത്തെ ശ്ലോകം. ഋഷയഃ തത് ഉപാകർണ്യ മഹേന്ദ്രം ഇദം അബ്രുവൻ യാജയിഷ്യാമ ഭദ്രം തേ ഹയമേധേന മാ സ്മ ഭൈഃ. ഋഷയഃ തത് ഉപാകർണ്യ, ഋഷിമാർ ഈ ചോദ്യം കേട്ടിട്ട് മഹേന്ദ്രം ഇദം അബ്രുവൻ, ഇന്ദ്രനോട് ഇപ്രകാരം പറഞ്ഞു. ഹയമേധേന, അശ്വമേധം കൊണ്ട് യാജയിഷ്യാമഹ, ഞങ്ങൾ യജിപ്പിക്കാം. മാ സ്മ ഭൈഃ, പേടിക്കരുത്, ഞങ്ങൾ കൂടെയുണ്ട്. തേ ഭദ്രം, അങ്ങേക്ക്
ശുഭം സംഭവിക്കും. കാരണം അങ്ങ് എല്ലാവർക്കും വേണ്ടി, ഞങ്ങളടക്കമുള്ളവർക്ക് വേണ്ടിയാണ് ഈ പാപം ചെയ്യാൻ മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തനിച്ചാക്കില്ല, ഞങ്ങൾ എല്ലാറ്റിനും കൂടെയുണ്ട്. ഈ ചെയ്ത പാപം തീർക്കാൻ അശ്വമേധയാഗം നടത്തിയാൽ മതി. 7-ാമത്തെ ശ്ലോകം. ഹയമേധേന പുരുഷം പരമാത്മാനം ഈശ്വരം ഇഷ്ട്വാ നാരായണം ദേവം മോക്ഷസേ അപി ജഗദ്വധാത്. ഹയമേധേന, അശ്വമേധം കൊണ്ട്, പുരുഷം അന്തര്യാമിയും പരമാത്മാനം പരബ്രഹ്മരൂപിയും ഈശ്വരം സർവനിയന്താവും ദേവം സ്വപ്രകാശകനും ആയിട്ടുള്ള നാരായണം ശ്രീമൻ നാരായണനെയാണ് നമ്മൾ യജിക്കുക. അങ്ങനെയുള്ള ആ ഭഗവാനെ ഇഷ്ട്വാ, യജിച്ചിട്ട്, അങ്ങനെ യജിച്ചാൽ ജഗദ്വധാത് അപി, ഈ ലോകത്തെ മുഴുവൻ കൊന്നൊടുക്കിയാൽ എത്ര പാപമുണ്ടാകുമോ ആ പാപത്തിൽ നിന്നു പോലും അങ്ങ് മോക്ഷ്യസേ, മുക്തനായി തീരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങ് ആ കാര്യത്തെക്കുറിച്ച് വിഷമിക്കേണ്ട. അശ്വമേധയാഗം നടത്തി ആ പാപത്തെ ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. ഈ അശ്വമേധയാഗം കൊണ്ട് എങ്ങനെയാണ് ഒരാൾ പുണ്യവാനായി തീരുന്നത് എന്ന് വെച്ചാൽ, ഈ അശ്വമേധയാഗം ഒരുപാട് മാസങ്ങൾ, എത്രയോ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒന്നാണ്. അത്രയും ദിവസം അവിടെ ഭഗവാന്റെ നാമമാണ് കീർത്തിക്കുന്നത്, ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള യജനമാണ് നടക്കുക. അങ്ങനെ ആ അന്തരീക്ഷം ശുദ്ധമാവുകയും അതാർക്കു വേണ്ടി നടത്തപ്പെടുന്നുവോ അയാൾ ശുദ്ധനാവുകയും ചെയ്യുന്നു. മുൻപ് അജാമിളന്റെ കഥ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതും. ഇനി എത്തരത്തിലുള്ള പാപം ചെയ്തവർക്കൊക്കെ ഈ അശ്വമേധയാഗം നടത്തിയാൽ ആ പാപത്തിൽ നിന്ന് മുക്തി നേടാം എന്ന് പറയുകയാണ് 8-9 ശ്ലോകങ്ങളിലായിട്ട്. ബ്രഹ്മഃ പിതൃഃ ഗോഘ്നോ മാതൃഃ ആചാര്യഃ അഘവാൻ ശ്വാദഃ പുൽക്കസകഃ വാ അപി ശുദ്ധേരൻ യസ്യ കീർത്തനാത്. 9 തം അശ്വമേധേന മഹാമഖേന ശ്രദ്ധാന്വിതഃ അസ്മാഭിഃ അനുഷ്ഠിതേന ഹത്വാ അപി സ ബ്രഹ്മചരാചരം ത്വം ന ലിപ്യസേ കിം ഫലനിഗ്രഹേണ. ബ്രഹ്മഃ, ബ്രാഹ്മണനെ കൊന്നവൻ, പിതൃഃ, അച്ഛനെ കൊന്നവൻ, ആചാര്യഃ, ഗുരുവിനെ കൊന്നവൻ, ഗോഘ്നഃ, പശുവിനെ കൊന്നവൻ, അഘവാൻ, ഇത്തരം കൊടും പാപം ഉള്ളവനായാലും, ഇനി ശ്വാദഃ, പട്ടിയെ കൊന്നു തിന്നുന്ന, പുൽക്കസകഃ വാ അപി, നീച ചണ്ടാളനായിരുന്നാലും, യസ്യ എന്നതുകൊണ്ട് യാതൊരു, ഭഗവാന്റെ നാമകീർത്തനത്താൽ ശുദ്ധേരൻ, ശുദ്ധീഭവിച്ചേക്കുമോ, തം, ആ സർവേശ്വരനെ, ത്വം, അങ്ങ്, ശ്രദ്ധാന്വിതഃ, ശ്രദ്ധാവാനായിട്ട് അങ്ങ് അവിടെ ഇരുന്നാൽ മതി. ഭഗവാനിൽ പൂർണ്ണ ശ്രദ്ധയോടുകൂടെ ഇരിക്കുക. ആ സമയത്ത് അസ്മാഭിഃ അനുഷ്ഠിതേന, ഞങ്ങളാൽ നിർവഹിക്കപ്പെടുന്ന അശ്വമേധേന, അശ്വമേധം എന്ന മഹാമഖേന, മഹായജ്ഞം കൊണ്ട് യജിച്ചാൽ, സബ്രഹ്മ, ഇനി ഒരു പക്ഷേ ബ്രാഹ്മണർ ഉൾപ്പെടെയുള്ള ചരാചരം, ചരാചരത്തെ മുഴുവൻ ഹത്വാ അപി, കൊന്നൊടുക്കിയാൽ പോലും അങ്ങ് നലിപ്യസേ, ആ പാപത്താൽ സ്പർശിക്കപ്പെടുകയില്ല. അത്രയും പുണ്യമുള്ളതാണ് അശ്വമേധം എന്ന് മനസ്സിലാക്കണം. അല്ലാതെ നിങ്ങൾ പാപം ചെയ്തോളൂ എന്നിട്ട് വന്ന് അശ്വമേധം ചെയ്യാം എന്നല്ല. വേറെ നിവൃത്തിയില്ലാതെ ഇത്തരം ഘട്ടത്തിൽ ഒരു പക്ഷേ ഒരു ബ്രാഹ്മണനെയൊക്കെ വധിക്കേണ്ടി വന്നാലും വിഷമിക്കേണ്ട എന്ന് മാത്രം അർത്ഥമെടുക്കുക. അപ്പോൾ ഇവിടെ ആ സമയത്ത് എന്തൊക്കെ പറഞ്ഞാലും ആസുരിക വൃത്തി കൂടുതലായിട്ടാണ് ഈ വൃത്രാസുരൻ ജനിച്ചത്. അതുകൊണ്ട് ചോദിക്കുന്നു, ബ്രാഹ്മണരെ കൊന്നാൽ പോലും ആ പാപത്തിൽ നിന്ന് പോലും നിന്നെ രക്ഷിക്കാൻ കെൽപ്പുള്ള ഈ അശ്വമേധം ചെയ്യാൻ ഞങ്ങൾ കൂടെയുള്ളപ്പോൾ ഒരു ഖലനിഗ്രഹേണ, ഒരു ദുഷ്ടനെ കൊന്നതുകൊണ്ട് കിം, എന്തു വരാൻ പോകുന്നു, നീ എന്തിനാണ് പേടിക്കുന്നത്? ഇങ്ങനെ ഇവരൊക്കെ ധൈര്യം കൊടുത്തിട്ടാണ് ദേവേന്ദ്രൻ വൃത്രാസുരനെ വധിച്ചത്. എന്നാൽ വധിച്ചതിന് ശേഷം ബ്രഹ്മഹത്യാ പാപം
കിട്ടുകയും ചെയ്തു. ശ്രീശുക ഉവാച 10ാമത്തെ ശ്ലോകം. ഏവം സഞ്ജോതിതോ വിപ്രൈഹി മരുത്വാൻ അഹനത് റിപും ബ്രഹ്മഹത്യാ ഹതേ തസ്മിൻ ആസസാദ വൃഷാകപിം. ഏവം ഇപ്രകാരം വിപ്രൈഹി ആ ഋഷിമാരാൽ സഞ്ജോതിത പ്രേരിപ്പിക്കപ്പെട്ട മരുത്വാൻ ദേവേന്ദ്രൻ റിപും തന്റെ ശത്രുവായ വൃത്രനെ അഹനത് വധിച്ചു. എന്നാൽ തസ്മിൻ ഹതേ അവൻ വധിക്കപ്പെട്ടപ്പോൾ ദേവേന്ദ്രൻ പേടിച്ചിരുന്നത് പോലെ തന്നെ വൃഷാകപിം ആ ദേവേന്ദ്രനെ ബ്രഹ്മഹത്യാദോഷം ആസസാദ ബാധിക്കുകയും ചെയ്തു. ഇനി ഭഗവത്ഗീതയിൽ അർജുനൻ ചോദിക്കുന്നുണ്ട്, എന്റെ ഗുരുക്കന്മാരെയൊക്കെ കൊന്നാൽ പാപം ലഭിക്കുകയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ കൊടുത്ത ഉത്തരം ഇതാണ്: ഞാനാണ് ചെയ്യുന്നത് എന്ന കർത്തൃത്വബോധം ഉണ്ടാകുമ്പോഴാണ് ഏത് കർമ്മത്തിൻ്റെയും ഫലം നമ്മെ ബാധിക്കുന്നത്. അതേസമയം നീ എൻ്റെ ഒരു ഉപകരണം മാത്രമാണ് എന്ന രീതിയിൽ, ആ പരമാത്മാവിൻ്റെ ഉപകരണം മാത്രമാണ് ഞാൻ എന്ന രീതിയിൽ കർമ്മബന്ധം ഒട്ടുമില്ലാതെ നിഷ്കാമനായിട്ട് യുദ്ധം ചെയ്താൽ, യുദ്ധത്തിൽ നീ നിന്റെ ഗുരുവിനെ വധിച്ചാൽ പോലും ആ ഫലം, കർമ്മഫലം നിന്നെ ബാധിക്കുകയില്ല എന്ന ഒരു ഉപദേശം കൊടുത്തിരുന്നു. എന്നാൽ ഇവിടെ ദേവേന്ദ്രന് അങ്ങനെയൊന്നും ഉപദേശിച്ചു കൊടുക്കാൻ ആരുമുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ആ സ്വാർത്ഥതയോടുകൂടിയാണ് ദേവേന്ദ്രൻ യുദ്ധം ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോൾ ബ്രഹ്മഹത്യാ പാപം പിടികൂടുക തന്നെ ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ദ്രന് സ്വസ്ഥത നഷ്ടപ്പെട്ടത്. അതാണ് 11ാമത്തെ ശ്ലോകം. തയാ ഇന്ദ്രഃ സ്മ അസഹത് താപം നിർവൃതിഹി ന അമും ആവിശത് ഹ്രീമന്തം വാച്യതാം പ്രാപ്തം സുഖയന്തി അപി നോ ഗുണാഹ. അതായത് കുറ്റബോധം നമ്മുടെ മനസ്സിനെ കീഴടക്കിയാൽ ഈ ലോകത്ത് ഒരാൾക്കും നമ്മെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ ആശ്വസിപ്പിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് എപ്പോഴും ഭഗവാൻ പറയുന്നത്, നിങ്ങളെ നിങ്ങൾ തന്നെ ഉയർത്തിവിടണം. പുറമേ നിന്ന് ഒരാൾക്കും നിങ്ങളെ സഹായിക്കാനേ പറ്റുകയുള്ളൂ. അതായത് പറഞ്ഞ് നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും, പക്ഷെ എഴുന്നേൽക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഒരാൾ നിലത്ത് ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് എഴുന്നേൽക്കൂ എന്ന് പറയാം, വേണമെങ്കിൽ ഒന്ന് കൈ കൊടുക്കാം. പക്ഷെ നമ്മൾ കൈ കൊടുത്തിട്ടും അവരവിടെ നിന്ന് എഴുന്നേൽക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ദുഃഖങ്ങൾക്ക് പരിഹാരം ആർക്കെങ്കിലും പറഞ്ഞു തരാൻ സാധിക്കും. പക്ഷെ അപ്പോഴും അത് പ്രാവർത്തികമാക്കി സ്വയം എഴുന്നേൽക്കേണ്ടത്, അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിച്ച് മനസ്സിനെ ഉയർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. ഇവിടെ ഇന്ദ്രനെ എല്ലാ അർത്ഥത്തിലും സഹായിക്കാം എന്ന് വാക്ക് കൊടുത്തിട്ട് പോലും ഇന്ദ്രന് സ്വയം ഉണ്ടായ കുറ്റബോധം, അതാണ് ഇവിടെ ഇന്ദ്രന് വിനയായത്. അങ്ങനെ ആ തയാ എന്നാൽ ബ്രഹ്മഹത്യയാൽ ഇന്ദ്രൻ താപം അസഹത്ത് സ്മ, ആ സന്താപത്തെ സഹിക്കുക തന്നെ ചെയ്തു. നിർവൃതിഹി സുഖം എന്നത് അമും ഇദ്ദേഹത്തെ ന ആവിശത് പ്രാപിച്ചില്ല. കാരണം ഹ്രീമന്തം ഇവിടെ ലജ്ജ എന്നതുകൊണ്ട് കുറ്റബോധം, വൃത്രാസുരനെ വധിച്ചതിൻ്റെ ആ കുറ്റബോധം ഉള്ളിൽ ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തിന് സുഖമായി ഇരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഹ്രീമന്തം, ലജ്ജിതനായിരിക്കുന്നവനെ ഗുണാഹ അപി, ഐശ്വര്യാദി ഗുണങ്ങൾ പോലും ന സുഖയന്തി, സുഖിപ്പിക്കുകയില്ല. ഇവിടെ സ്വാർത്ഥത തീരെ കളഞ്ഞിട്ട് വൃത്രാസുരനെ നശിപ്പിക്കുക എന്നത് ഈ ലോകത്തിന്റെ ഒരു ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ എന്നെ ഇതിന് നിയോഗിച്ചത് എന്നൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ ദേവേന്ദ്രന് ആ പാപം ഏൽക്കുകയില്ലായിരുന്നു. പക്ഷേ തന്റെ സ്വാർത്ഥതയാലാണ് ഈ വൃത്രാസുരനെ വധിക്കുന്നത് എന്നും
താനാണ് വധിക്കുന്നത് എന്നും അല്ലെങ്കിൽ വധിച്ചത് എന്നും ഇതിനെല്ലാം അപ്പുറത്ത് വൃത്രാസുരൻ നല്ലൊരു ഭക്തനായിരുന്നു എന്ന് ഇന്ദ്രനും മനസ്സിലായിരുന്നു. ഇതെല്ലാം കൂടിച്ചേർന്ന കുറ്റബോധത്താലാണ് ഇന്ദ്രൻ നീറിപ്പുകഞ്ഞത്. നമ്മുടെ മനസ്സിന്റെ ചിന്തകളാണ് ഓരോരോ സങ്കല്പമായിട്ട് രൂപമായിട്ട് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അത് നല്ലതായാലും മോശമായാലും. അതുകൊണ്ടാണ് നമ്മൾ സദാ ഈശ്വരീയ ചിന്തയിൽ ഇരിക്കുമ്പോൾ ആ സച്ചിന്ത തന്നെ ഒരു രൂപം പ്രാപിച്ച് നമ്മളോട് സംസാരിക്കുന്നതായും നമ്മൾ ആ രൂപത്തോട് കൂടുതൽ അടുക്കുന്നതായും തോന്നുന്നതാണ് നമുക്ക് ഈശ്വരാനുഭവം ഉണ്ടാക്കിത്തരുന്നത്. അത് സച്ചിന്തകൾ വളർത്തിയെടുക്കുമ്പോൾ. അതേസമയം ഇങ്ങനെയുള്ള കുറ്റബോധം, അപകർഷതാബോധം ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ വളരുമ്പോൾ ആ ചിന്തകൾ സങ്കല്പം കൊണ്ട്, നമ്മുടെ തന്നെ സങ്കല്പം കൊണ്ട് ഒരു രൂപമായിട്ട് മാറി, നമ്മൾ പറയില്ലേ ഭൂതപ്രേത പിശാചുക്കൾ, ഇതുപോലെ നമ്മെ പിടിക്കാൻ വരുന്നു, നമ്മൾ സ്വപ്നത്തിൽ അവരെ കാണുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇതുപോലെ ആ ഇന്ദ്രന്റെ മനസ്സിലുണ്ടായ ബ്രഹ്മഹത്യാ പാപത്തിന്റെ ചിന്ത അതൊരു രൂപം കൊണ്ട് ദേവേന്ദ്രനെ പിന്തുടർന്നു എന്ന് പറയുകയാണ് 12-13 ശ്ലോകങ്ങൾ. താം ദദർശ അനുധാവന്തീം ചണ്ഡാലീം ഇവ രൂപിണീം ജരയാ വേപമാനാംഗീം യക്ഷ്മഗ്രസ്താം അസൃക്പടാം. 13 വികീര്യ പലിതാൻ കേശാൻ തിഷ്ഠ തിഷ്ഠ ഇതി ഭാഷിണീം മീനഗന്ധ്യ സുഗന്ധേന കുർവതീം മാർഗദൂഷണം. ചണ്ഡാലിയും ഇവ, ഒരു ചണ്ഡാള സ്ത്രീയെ പോലെ ഇരിക്കുന്ന, ജരയ വാർദ്ധക്യബാധയാൽ വേപമാനാംഗീം വിറയൽ പൂണ്ട ശരീരാവയവങ്ങളോടുകൂടിയ, യക്ഷ്മഗ്രസ്താം ക്ഷയം പിടിച്ചതുപോലെ, അസൃക്പടാം ചോര പുരണ്ട വസ്ത്രത്തോടുകൂടിയ, പലിതാൻ കേശാൻ നരച്ച മുടികളെ, വികീര്യ അഴിച്ചു വിതറിയിട്ട്, തിഷ്ഠ തിഷ്ഠ നിൽക്കടാ നിൽക്ക് ഇതി ഭാഷിണീം എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ വരുന്ന, അനുധാവന്തീം പിന്നാലെ പാഞ്ഞു വരുന്ന, അതുപോലെ തന്നെ ഒന്ന് രക്ഷപ്പെട്ട് ഓടാം എന്ന് വിചാരിച്ചാൽ മാർഗദൂഷണം കുറുവതീം പോകേണ്ട വഴികളിൽ തടസ്സം സൃഷ്ടിക്കുന്ന, ഇനി എങ്ങനെയുള്ള ഗന്ധമായിരുന്നു, മീനഗന്ധ്യ സുഗന്ധേന മത്സ്യത്തിന്റെ ഗന്ധമുള്ള നിശ്വാസവായുവിന്റെ ഗന്ധത്താൽ, അതായത് അവൾ ശ്വസിക്കുമ്പോൾ മത്സ്യഗന്ധമാണ് വരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ആ രൂപത്തോടുകൂടിയ രൂപിണീം, ഒരു രൂപമെടുത്തിരിക്കുന്ന താം, ആ ബ്രഹ്മഹത്യയെ ദേവേന്ദ്രൻ ദർശ. അത് ഉണർന്നിരിക്കുമ്പോഴും ഉറക്കത്തിലും ഒക്കെ അങ്ങനെ ഒരു രൂപത്തെ ദേവേന്ദ്രൻ കാണാൻ തുടങ്ങി. ഈ ഒരു പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ ദേവേന്ദ്രൻ പല വഴിയും ഓടി നോക്കി. പക്ഷേ എവിടെയും രക്ഷയില്ല. കാരണം മനസ്സിൽ ഭയം വന്നു കഴിഞ്ഞാൽ ഒരാൾക്കും പിന്നെ നമ്മെ രക്ഷിക്കാൻ സാധിക്കില്ല. അങ്ങനെ അവസാനം ദേവേന്ദ്രൻ മാനസ സരസിലേക്ക് പ്രവേശിച്ചു. 14-ാമത്തെ ശ്ലോകം. നഭോഗതോ ദിശ സർവാ സഹസ്രാക്ഷോ വിശാംപതേ പ്രാഗുദീചീം ദിശം തൂർണം പ്രവിഷ്ടോ നൃപ മാനസം. ഹേ വിശാംപതേ നൃപ, ജനനായകനായ രാജാവേ, സഹസ്രാക്ഷ ദേവേന്ദ്രൻ, നഭഃ ആകാശത്തേക്ക് പോയി, കൂടുതൽ മുകളിലേക്ക് പോയി നോക്കി. അവിടെ രക്ഷയില്ല. സർവാഹ ദിശ, എല്ലാ ദിക്കുകളിലേക്കും ഗതഃ പോയി നോക്കി. പക്ഷേ എവിടെയും രക്ഷയില്ല എന്ന് കണ്ട് പ്രാഗുദീചീം കിഴക്കുവടക്കായ ദിക്കിലേക്ക് ചെന്നിട്ട് തൂർണം അതിവേഗം മാനസം പ്രവിഷ്ട മാനസ സരസിലേക്ക് പ്രവേശിച്ചു. ആ മാനസ സരസിൽ താമരത്തണ്ടിന്റെ നൂലുകളിലേക്ക് ആവേശിച്ചാണ് ഇന്ദ്രൻ 1000 വർഷം കഴിച്ചുകൂട്ടിയത്. 15-ാമത്തെ ശ്ലോകം. സഹ ആവസത് പുഷ്കര നാളതന്തൂൻ അലഭ്യ ഭോഗോ യത് ഇഹ അഗ്നിദൂതഃ വർഷാണി സാഹസ്രം അലക്ഷിതഃ അന്തഃ സംചിന്തയൻ ബ്രഹ്മവധാത് വിമോക്ഷം.
സഹ ആ ഇന്ദ്രൻ മാനസസരസിൽ ബ്രഹ്മവധാത് ഈ ബ്രഹ്മഹത്യാ ദോഷത്തിൽ നിന്നുള്ള വിമോചനത്തെ പറ്റി എന്ത് ചെയ്യും എന്നാലോചിച്ച് അന്തഃ സംചിന്തയൻ ഉള്ളിൽ ഉറക്ക ചിന്തിച്ചുകൊണ്ട് അലക്ഷിത ആരാലും കാണപ്പെടാതെ സാഹസ്രം വർഷാണി 1000 ആണ്ടുകൾ പുഷ്കരനാള തന്തൂൻ താമരത്തണ്ടിന്റെ നൂലുകളിൽ ആവേശിച്ച് ആവസത്ത് കഴിച്ചുകൂട്ടി. ഈ ദേവന്മാർക്കൊക്കെ ഭക്ഷണം എത്തിക്കുന്ന ജോലി അഗ്നിദേവന്റെയാണ്. ആ ഭക്ഷണം കിട്ടുന്നതാകട്ടെ ഭൂമിയിൽ നിന്ന് മനുഷ്യർ ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രാഹ്മണർ ചെയ്യുന്ന യാഗത്തിൽ നിന്നാണ്. അങ്ങനെ യാഗത്തിന്റെ ഹവിസ്സുമായിട്ട് അഗ്നി ഈ മാനസ സരസിന്റെ അടുത്ത് വന്ന് നോക്കി. പക്ഷെ ജലത്തിൽ അഗ്നിക്ക് പ്രവേശമില്ല. അതുകൊണ്ട് അഗ്നിദൂത അഗ്നിയാവുന്ന ദൂതനോട് കൂടിയവൻ, അഗ്നിയാണ് ഈ ഇന്ദ്രന് ഭക്ഷണം എത്തിക്കുന്നത്. അങ്ങനെ അഗ്നിയാവുന്ന ദൂതനോടുകൂടിയ ഈ ഇന്ദ്രന് അഗ്നിക്ക് പ്രവേശമില്ലാത്ത ആ മാനസ സരസിൽ ഭക്ഷണം ലഭിച്ചില്ല. അതാണ് ഇഹ ആലബ്ധ ഭോഗ. ആഹാരം ലഭിക്കാതെയാണ് 1000 വർഷം അവിടെ അങ്ങനെ കിടക്കേണ്ടി വന്നത്. ഒരു തരത്തിൽ ഇന്ദ്രന് ലഭിച്ച ഒരു ശിക്ഷയായിരുന്നു അത്. ഭഗവാനിൽ അത്രമേൽ ഭക്തനായിരുന്ന വൃത്രാസുരനെ വധിക്കുക എന്ന ആ ചിന്ത സ്വാർത്ഥതയോടെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഋഷിമാർ സംരക്ഷിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ട് പോലും അതിലൊന്നും വിശ്വാസം അർപ്പിക്കാതെ ഇങ്ങനെ ഓടി ഒളിച്ചത്. ദേവേന്ദ്രൻ നമ്മുടെ മനസ്സിന്റെ പ്രതീകമാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനസ്സ് അങ്ങനെയാണ്, നമ്മുടെയൊക്കെ മനസ്സ് അങ്ങനെയാണ്. ആരെങ്കിലും ഒരാൾ നമ്മെ സംരക്ഷിക്കാം അല്ലെങ്കിൽ ധൈര്യം തന്നാൽ പോലും നമുക്ക് നമ്മളിൽ വിശ്വാസമില്ലെങ്കിൽ ഒരാൾക്കും പിന്നെ നമ്മെ രക്ഷിക്കാൻ സാധിക്കില്ല. അതാണ് ഇവിടെ മനസ്സാകുന്ന ഇന്ദ്രന് പറ്റിയത്. ഋഷിമാർ പറഞ്ഞു, ഞങ്ങളുണ്ട് കൂടെ, അശ്വമേധയാഗം നടത്തിയാൽ മതി. പക്ഷെ അതൊന്നും ഇന്ദ്രന് വിശ്വാസം വന്നില്ല. അങ്ങനെ മനസ്സ് ദുർബലമായപ്പോൾ, അതായത് ഇന്ദ്രൻ ദുർബലമായപ്പോൾ ഇന്ദ്രന് സ്വയം വിശ്വാസം നഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒളിച്ചു കഴിയേണ്ടി വന്നത്. അപ്പോൾ ആത്മവിശ്വാസത്തിന്റെ ശക്തി എത്രത്തോളമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏത് പ്രതിസന്ധിയിലും ആത്മവിശ്വാസം കളയാൻ പാടില്ല. ഇങ്ങനെ 1000 വർഷക്കാലം ദേവേന്ദ്രൻ ഒളിച്ചു കഴിഞ്ഞ സമയത്താണ് പ്രശസ്തനായ ഒരു രാജാവ് നഹുഷൻ ഇന്ദ്രനായി തീരുന്നത്. കാരണം ഇന്ദ്രലോകത്തും ഒരു നാഥൻ വേണം. അങ്ങനെ ഋഷിമാരൊക്കെ തീരുമാനിച്ചതാണ് ഈ നഹുഷനെ ഇന്ദ്രനാക്കാം എന്ന്. കാരണം അദ്ദേഹവും ഇതുപോലെ അശ്വമേധയാഗമൊക്കെ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ യോഗ്യതയുമുള്ള ആളായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, മനുഷ്യന്റെ കാര്യമല്ലേ. ഓരോ സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരമാണ്. അങ്ങനെ നഹുഷന് സംഭവിച്ച ആ ഉയർച്ചയും അതേപോലെ ആ അഹങ്കാരം കൊണ്ടുണ്ടായ തളർച്ചയും എല്ലാം ഒരു ശ്ലോകം കൊണ്ട് പറയുകയാണ്. ആ ശ്ലോകം പറയുന്നതിന് മുൻപ് ആ കഥ പറയാം. ഇന്ദ്രന്റെ തിരോധാനത്തിന് ശേഷം ദേവലോകത്ത് അരാജകത്വം സംഭവിക്കും എന്ന് ശങ്കിച്ചുകൊണ്ട് ഭൂലോകത്തിലെ രാജാവായിരുന്ന നഹുഷൻ വിദ്യാ തപോ യോഗാദി മഹിമയാലാണ് ഇന്ദ്രപദവിക്കുള്ള അർഹത നേടിയത്. എന്നാൽ സ്വർഗം ഭരിച്ചു തുടങ്ങിയപ്പോൾ ആ പദവി നഹുഷനെ അഹങ്കാരിയാക്കി. മാത്രമല്ല, യഥാർത്ഥത്തിൽ അവിടെ തൽക്കാലത്തേക്ക് ഇന്ദ്രനാകാനേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നഹുഷന് ഇന്ദ്രാണിയിൽ മോഹം തോന്നിയിട്ട് ഇന്ദ്രാണി തന്റെ ഭാര്യയായി തീരണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ തന്റെ ആ ആഗ്രഹം ദേവിയെ അറിയിച്ചു. എന്നാൽ പേടിച്ച് വിറച്ചിട്ട് ഇന്ദ്രാണി ദേവഗുരുവായ ബൃഹസ്പതിയുടെ അടുത്ത് പോയി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ദേവഗുരു ഒരു ഉപായം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ അഹങ്കാരം കൂടിക്കഴിഞ്ഞാൽ പിന്നെ മുന്നും പിന്നും നോക്കാതെയാണ് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുക. അത് നന്നായിട്ടറിയാവുന്ന ദേവഗുരു പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, താൻ വിവാഹം കഴിക്കാം എന്ന്
നഹുഷനെ അറിയിക്കാം. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. ബ്രാഹ്മണരെ കൊണ്ട് പല്ലക്കെടുപ്പിച്ചു വന്ന് വേണം തന്നെ സ്വീകരിക്കാൻ. അങ്ങനെ നഹുഷൻ അതിനുവേണ്ടി നിയോഗിച്ചതാകട്ടെ ഉത്തമരായ ഋഷിമാരെ. അതിൽ തന്നെ അഗസ്ത്യ മഹർഷിയെയും അദ്ദേഹം നിയോഗിച്ചു. അഗസ്ത്യ മഹർഷി കുറിയ മനുഷ്യനാണ്. അപ്പോൾ പല്ലക്ക് വഹിക്കുന്ന 4 പേരും ഒരേപോലെ നടക്കുമ്പോൾ മാത്രമാണ് ആ പല്ലക്കിൽ ഇരിക്കുന്ന ആൾക്കൊരു സുഖമുണ്ടാവുകയുള്ളൂ. എന്നാൽ അഗസ്ത്യ മഹർഷി മെല്ലെ പോകുന്നു എന്ന് കണ്ടപ്പോൾ നഹുഷൻ കോപിച്ചിട്ട് നടക്കൂ നടക്കൂ എന്ന് പറയുന്നതിന് സംസ്കൃതത്തിൽ സർപ്പ സർപ്പ എന്ന് പറയും. പെട്ടെന്ന് നടക്കൂ, വേഗം നടക്കൂ, അല്ലെങ്കിൽ ഇഴഞ്ഞു നടക്കാതെ, അല്ലെങ്കിൽ പാമ്പിനെ പോലെ നടക്കൂ എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ് സർപ്പ സർപ്പ എന്ന്. ഇത് പറയുക മാത്രമല്ല അഗസ്ത്യ മഹർഷി ഒന്ന് ചവിട്ടുകയും ചെയ്തു. ദേഷ്യം വന്ന മഹർഷി സർപ്പോ ഭവ, ഒരു സർപ്പമായി ഭവിക്കട്ടെ എന്ന് നഹുഷനെ ശപിച്ചു. നഹുഷൻ പെരുമ്പാമ്പായി തീർന്ന് ഭൂമിയിലേക്ക് വീഴുകയും ഇതെല്ലാം ഒരുമിച്ച് കഴിഞ്ഞു. പിന്നീട് ഈ 1000 വർഷം കഴിഞ്ഞപ്പോൾ മഹർഷിമാരൊക്കെ പോയി സമാധാനിപ്പിച്ചിട്ട് അവസാനം ബ്രഹ്മഹത്യാദോഷം നീങ്ങി ശുദ്ധനായി തിരിച്ചെത്തിയ ഇന്ദ്രന് സ്വസ്ഥാന പ്രാപ്തിക്ക് പ്രയാസം ഉണ്ടായതും ഇല്ല. ഇതാണ് ഈ കഥ. ഈ കഥ ഒരു ശ്ലോകത്തിൽ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ ഈ കഥ മനസ്സിൽ വെച്ച് ഈ ശ്ലോകം കേൾക്കുക. 16ാമത്തെ ശ്ലോകം. താവത് തൃണാഗം നഹുഷഃ ശശാസ വിദ്യാ തപോയോഗ ബലാനുഭാവഃ സഹ സമ്പദൈശ്വര്യ മദാന്ധബുദ്ധിഃ നീതഃ തിരശ്ചാം ഗതിം ഇന്ദ്രപത്ന്യാ. താവത്, അപ്പോൾ 1000 വർഷക്കാലം ഇന്ദ്രൻ മാനസ സരസിൽ ഒളിച്ചിരുന്നിടത്തോളം കാലം വിദ്യാ തപോ യോഗ ബലാനുഭാവഃ, ജ്ഞാനം തപസ് യോഗസാധന ദേഹശക്തി ഇവ കൊണ്ടൊക്കെ കഴിവുണ്ടായിരുന്ന നഹുഷഃ, നഹുഷൻ എന്ന രാജാവാണ് ത്രിനാഗം സ്വർഗരാജ്യത്തെ ശശാസ ഭരിച്ചു വന്നത്. എന്നാൽ സമ്പദ് ഐശ്വര്യ മദാന്ധബുദ്ധി, ഇന്ദ്രപദവി കിട്ടിയപ്പോൾ അഹങ്കാരം കൊണ്ട് മത്തുപിടിച്ച ആ നഹുഷൻ ഇന്ദ്രപത്ന്യ, ഇന്ദ്രാണിയാൽ തിരശ്ചാം ഗതിം, ഇഴജന്തുവിന്റെ അതായത് സർപ്പത്തിന്റെ നിലയിലേക്ക് നീതഃ എത്തിക്കപ്പെട്ടു. ആ കാര്യം പറഞ്ഞു കഴിഞ്ഞു, ഇതിന് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. ഇനി ഇന്ദ്രൻ തിരിച്ചു വന്ന കാര്യമാണ് പറയുന്നത്. 17ാമത്തെ ശ്ലോകം. തതോ ഗതോ ബ്രഹ്മഗിര ഉപഹൂത ഋതംഭരധ്യാന നിവാരിത അഘഃ പാപഃ തു ദിഗ്ദേവതായാഃ ഹതൗജാഃ തം നാഭ്യഭൂത അവിതം വിഷ്ണുപത്ന്യാ. ആ 1000 വർഷവും ഇന്ദ്രൻ വെറുതെ കഴിയുകയായിരുന്നില്ല. സാക്ഷാൽ ശ്രീഹരിയെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് കഴിഞ്ഞത്. അതുകൊണ്ട് ഋതംഭര ധ്യാനം, സത്യപാലകനായ, ഋതം എന്നാൽ സത്യം, സത്യപാലകനായ ശ്രീഹരിയുടെ അനുധ്യാനത്താൽ നിവാരിത അഘഃ, അങ്ങനെ തന്നെ ഇന്ദ്രന്റെ പാപമൊക്കെ ഇല്ലാതായിരുന്നു. അങ്ങനെ ബ്രഹ്മഗിര, ബ്രഹ്മവചനത്താൽ ഉപഹൂതഃ തിരിച്ചു വിളിക്കപ്പെട്ട് തതഃ അവിടെ നിന്ന് പിന്നെ ഗതഃ സ്വർഗത്തിലേക്ക് പോയി. മാത്രമല്ല കിഴക്ക് വടക്ക് ദിക്കിലായിട്ടാണ് ഈ മാനസ സരസ്. അതിന്റെ ദിഗ്ദേവതയാ, ആ ദിക്കിന്റെ അധിപതിയായ ഈശാനദേവനാൽ ഹതൗജാഹ, ഈ ബ്രഹ്മഹത്യയുടെ ഓജസ് നശിപ്പിക്കപ്പെട്ടു. ഇങ്ങനെ ഓജസ് നശിപ്പിക്കപ്പെട്ട പാപഹാത്തു, ബ്രഹ്മഹത്യാ പാപമാകട്ടെ അവിടെ താമരയുടെ നൂലിൽ ലയിച്ചങ്ങനെ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വിഷ്ണുപത്നിയ, മാനസ സരസിലെ താമരയിൽ വസിക്കുന്ന ലക്ഷ്മി ഭഗവതിയാൽ അവിതം സംരക്ഷിതനായിരുന്ന തം, അദ്ദേഹത്തെ ഈ ബ്രഹ്മഹത്യാ പാപം ന അഭ്യഭൂത് ഉപദ്രവിച്ചിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിപ്പിച്ചതും ഒരുപക്ഷെ ഭഗവാൻ തന്നെ ആയിരിക്കാം. കാരണം തന്റെ ഭക്തനെ വധിച്ചതിന്റെ പാപം അത്രയധികം ഉണ്ടായിരുന്നു എന്ന് ഭഗവാന് തന്നെ അറിയാം. അത് മാറണമെങ്കിൽ ഭഗവാന്റെ നിരന്തര ധ്യാനമുണ്ടായിരിക്കണം.
ഇതല്ല രസം. ആദ്യമേ ഋഷിമാർ പറഞ്ഞിരുന്നു അശ്വമേധയാഗം നടത്തി ഞങ്ങൾ ആ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാമെന്ന്. പക്ഷെ ഋഷിമാരുടെ വാക്കിനെ വിലക്കെടുക്കാതെയാണ് പേടിച്ച് പോയത്. പക്ഷെ അതും ഒരു തരത്തിൽ ഗുണമായി. അവസാനം ഈ അശ്വമേധയാഗം തന്നെയാണ് നടത്തിയത്. 18ാമത്തെ ശ്ലോകം. തം ച ബ്രഹ്മർഷയഃ അഭ്യേത്യ ഹയമേധേന ഭാരത യഥാവത് ദീക്ഷയാം ചക്രുഹു പുരുഷാരാധനേനഃ. എന്നാൽ സ്വയം ഭഗവാനെ ധ്യാനിച്ചപ്പോഴാണ് ദേവേന്ദ്രന് സമാധാനം ഉണ്ടായത്. എന്നിട്ട് ഈ അശ്വമേധയാഗം നടത്തിയപ്പോൾ ഭഗവാനിൽ വിശ്വാസമുറച്ചപ്പോൾ ആത്മവിശ്വാസം ഉണ്ടായി. ഹേ ഭാരത, അല്ലയോ രാജാവേ, ബ്രഹ്മർഷയഃ, ആ ബ്രഹ്മർഷിമാർ അഭ്യേത്യ, തിരിച്ചു വന്ന ഇന്ദ്രന്റെ അടുത്ത് വന്നിട്ട് പുരുഷ ആരാധനേന, പുരുഷോത്തമനായ ഭഗവാൻ ശ്രീഹരിയുടെ സമാരാധനയോടുകൂടിയ ഹയമേധേന, അശ്വമേധ യജ്ഞത്താൽ യഥാവത്, വേണ്ട വിധം, തം ച, ആ ഇന്ദ്രനെയും ദീക്ഷയാൻ ചക്രുഹൂഹ, ദീക്ഷിപ്പിച്ചു പോലും. പിന്നീട് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ സമ്മതിച്ചു. അപ്പോഴേക്കും ഇന്ദ്രന്റെ ആ കുറ്റബോധവും ആ ഒരു ദുഃഖവും എല്ലാം അസ്വസ്ഥതയും എല്ലാം മനസ്സിൽ നിന്ന് പോയിരുന്നു. കാരണം ഭഗവാനെ നിരന്തരം ധ്യാനിച്ചതിനാൽ. അശ്വമേധ യാഗത്താൽ ഇന്ദ്രന്റെ പാപം നീക്കപ്പെട്ടതിനെ കുറിച്ച് 19-20 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നു. അധൈജ്യമാനേ പുരുഷേ സർവദേവമയാത്മനി അശ്വമേധേ മഹേന്ദ്രേണ വിതതേ ബ്രഹ്മവാദിഭിഃ. 20 സവൈ ത്വാശ്രവധോ ഭൂയാനപി പാപചയോ നൃപ നീതഃ തേനയേവ ശൂന്യായ നീഹാര ഇവ ഭാനുന. ഹേ നൃപ, രാജാവേ, അഥ അനന്തരം ബ്രഹ്മവാദിഭിഃ, വേദാധ്യാപന വിശാരദന്മാരായ മുനിമാരാൽ വിതതേ, സവിസ്തരം നിറവേറ്റപ്പെട്ട അശ്വമേധേ, ആ അശ്വമേധയാഗത്തിൽ സർവദേവമയാത്മനി, സകല ദേവന്മാരുടെയും സ്വരൂപം ഉൾക്കൊണ്ടിരിക്കുന്ന സാക്ഷാൽ പുരുഷേ, പുരുഷോത്തമൻ, മഹേന്ദ്രേണ യുജ്യമാനേ, ദേവേന്ദ്രനാൽ യജിക്കപ്പെട്ടിരിക്കവേ, ത്വാശ്രവധഃ, ത്വഷ്ടാവിന്റെ മകനായ വൃത്രാസുരനെ വധിച്ചതുകൊണ്ടുണ്ടായ പാപചയഃ, പാപസമൂഹം അത് ശൂന്യമായി പോയി, നിശേഷം അകറ്റപ്പെട്ടു. ഏതുപോലെ ഭാനുന നീഹാരഹ ഇവ, സൂര്യനാൽ മഞ്ഞ് എന്നതുപോലെ, അത്രയും ഭൂയാനബി, പെരുത്ത പാപമായിട്ട് പോലും, തേനയേവ, ആ അശ്വമേധയാഗത്താൽ ഭഗവാനിലേക്ക്, ശൂന്യായ നീതഃ, ശൂന്യഭാവത്തിലേക്ക് നയിക്കപ്പെട്ടു. അങ്ങനെ ആ അശ്വമേധയാഗത്തിലൂടെ ഇന്ദ്രൻ പൂർവാധികം ഊർജസ്വലനായി ശുദ്ധീകരിക്കപ്പെട്ടു. 21ാമത്തെ ശ്ലോകം. സഹവാജിമേധേന യഥാ ഉദിതേന വിതായമാനേന മരീചിമിശ്രൈഃ ഇഷ്ട്വാ അധിയജ്ഞം പുരുഷം പുരാണം ഇന്ദ്രോ മഹാൻ ആസഹ വിധൂത പാപഃ. മരീചിമിശ്രൈഃ, ഈ അശ്വമേധയാഗത്തിന് നേതൃത്വം വഹിച്ചത് മരീചി മുതലായ ഋഷിമാരാണ്. അവരാൽ വിതായമാനേന, വളരെ വിസ്തരിച്ച് നടത്തപ്പെട്ടതും, യഥാ ഉദിതേന, ശാസ്ത്രോക്ത വിധിപ്രകാരമുള്ളതുമായ വാജിമേധേന, അശ്വമേധം കൊണ്ട്, അധിയജ്ഞം, എല്ലാ യജ്ഞങ്ങളുടെയും സ്ഥാപകനും, പുരാണം പുരുഷം, പുരാണപുരുഷനുമായിട്ടുള്ള ഭഗവാൻ ശ്രീഹരിയെ ഇഷ്ടുവ, ആരാധിച്ച്, സഹ ഇന്ദ്ര, ആ ഇന്ദ്രൻ, വിധൂത പാപഃ, പാപം നീങ്ങിപ്പോയവനും, മഹാൻ ആസ, മഹത്വം സിദ്ധിച്ചവനുമായി ഭവിച്ചു. അത് ഈ അശ്വമേധയാഗം കൊണ്ട് മാത്രമല്ല, 1000 വർഷം സ്വമേധയാ എടുത്ത ഒരു തപസ്സും അതും കൂടെയാണ് ഇന്ദ്രനെ ശുദ്ധീകരിച്ചത്. ഇനി ഈ ഒരു അധ്യായം കേൾക്കുന്നതിൻ്റെ ഫലശ്രുതി പറയുകയാണ് 2 ശ്ലോകങ്ങളിലായിട്ട്. ഇതം മഹാഖ്യാനം അശേഷപാപ്മനാം പ്രക്ഷാളനം തീർത്ഥപദാനുകീർത്തനം ഭക്തി ഉച്ഛ്രയം ഭക്തജനാനുവർണ്ണനം മഹേന്ദ്രമോക്ഷം വിജയം മരുത്വതഃ. ഇതം മഹാഖ്യാനം, ഇപ്പോൾ പറഞ്ഞ ഈ ഒരു പുരാവൃത്തം, അശേഷപാപ്മനാം പ്രക്ഷാളനം,
അത് ശ്രദ്ധയോടെ കേൾക്കുന്നവനും അതിലെ തത്വം മനസ്സിലാക്കി അല്ലെങ്കിൽ ആ കഥയുടെ ഗുണപാഠം മനസ്സിലാക്കി കേൾക്കുകയും മനനം ചെയ്യുകയും ചെയ്യുന്നവരുടെ സമസ്ത ദുരിതങ്ങളുടെയും മാലിന്യം കഴുകിക്കളയുന്നതും എല്ലാറ്റിനും അവസാനം ഭഗവാന്റെ പാദപത്മങ്ങൾ മാത്രമാണ് ആശ്രയം എന്നതുകൊണ്ട് തീർത്ഥപദാനുകീർത്തനം, ആ തീർത്ഥപാദനായ ഭഗവാന്റെ അനുകീർത്തനം ഉൾക്കൊണ്ടിരിക്കുന്നതും ഭക്ത്യുച്ഛ്രയം, ഭക്തിയുടെ ഔന്നത്യത്തിൽ അടിയുറച്ചതും ഭക്തജനാനുവർണ്ണനം, ഭക്തജനങ്ങളുടെ സവിസ്തരമായ പ്രതിപാദനത്തോടുകൂടിയതും മഹേന്ദ്രമോക്ഷം, ഇന്ദ്രന് പാപമോചനം ലഭിച്ച വൃത്താന്തമടങ്ങിയിരിക്കുന്നതും ഏറ്റവും അവസാനം മരുത്വതഃ വിജയം. ശരിക്കും ഇപ്പോഴാണ് ഇന്ദ്രൻ വിജയിച്ചത്, അല്ലാതെ വൃത്രാസുരനെ വധിച്ചത് കൊണ്ടല്ല. അതിനും ശേഷമുള്ള ഭഗവത് ശരണാഗതിയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇന്ദ്രൻ വിജയിച്ചത് എന്ന് ഉറപ്പിച്ചു തരുന്നതാണ് ഈ ഒരു ആഖ്യാനം. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പാപം ചെയ്തു പോയി എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ ഈ ഒരു അധ്യായം നിരന്തരം പാരായണം ചെയ്യുക. ഇനി ദിവസവും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏകാദശി പോലെയുള്ള വിശേഷ ദിവസങ്ങളിലെങ്കിലും പാരായണം ചെയ്താൽ ഉള്ളിലെ കുറ്റബോധം നീങ്ങി ആ പാപവും ഇല്ലാതാകുന്നു എന്ന് പറയുന്നു. 23-ാമത്തെ ശ്ലോകം. പഠേയുഹു ആഖ്യാനം ഇദം സദാ ബുധാഃ ശൃണ്വന്തു അധോ പർവണി പർവണി ഇന്ദ്രിയം ധന്യം യശസ്യം നിഖില അഖമോചനം രിപുഞ്ജയം സ്വസ്ത്യയനം തഥാ ആയുഷം. ഇന്ദ്രിയം, ഇന്ദ്രിയങ്ങൾക്ക് ബലപ്രദം, അതായത് ഇന്ദ്രിയങ്ങളുടെയൊക്കെ നാഥനായിരിക്കുന്ന മനസ്സിനെ ബലപ്പെടുത്തുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ബലം തരുന്നതാണ് ഇത്തരത്തിലുള്ള കഥകൾ. ഒപ്പം ധന്യം, ഐശ്വര്യാദി സമ്പത്തുണ്ടാക്കുന്നത്. കാരണം ഇന്ദ്രന് വീണ്ടും തിരിച്ചു കൊടുത്ത ആ സമ്പത്തിനെയൊക്കെ ഐശ്വര്യങ്ങളെയൊക്കെ തിരിച്ചു കൊടുത്ത കഥയാണ്. അതുപോലെ യശസ്യം, കീർത്തിയെ പരത്തുന്നതും നിഖില അഖമോചനം, എല്ലാവിധത്തിലുള്ള പാപ നിവൃത്തി വരുത്തുന്നതും രിപുഞ്ജയം, ശത്രുജയത്തെ ഉണ്ടാക്കുന്നതും സ്വസ്ത്യയനം, മംഗളം വളർത്തുന്നതും എല്ലാറ്റിനും അപ്പുറം തഥാ ആയുഷം, ദീർഘായുസ്സിനെ തരുന്നതുമായ ഇതം ആഖ്യാനം, ഈ പുരാവൃത്തത്തെ ബുധാഹ, അറിവുള്ളവർ അല്ലെങ്കിൽ ഭഗവാനിൽ ഭക്തി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ സദാ പഠേയുഹു, എപ്പോഴും പാരായണം ചെയ്യണം. അധോ, ഇനി ചുരുങ്ങിയ പക്ഷം പർവണി പർവണി, വിശേഷ ദിവസം എങ്കിലും ശൃണ്വന്തു, കേൾക്കുകയെങ്കിലും നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു അധ്യായം അവസാനിക്കുന്നത്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ഷഷ്ഠസ്കന്ധേ ഇന്ദ്രവിജയോ നാമ ത്രയോദശോ അധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.